പത്തനംതിട്ട കോന്നിയിൽ വൈദ്യുതി ലൈൻ പൊട്ടി ശരീരത്ത് വീണ വിദ്യാർത്ഥി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 8ാം ക്ലാസ് വിദ്യാർത്ഥി SP സനീഷാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. പലതവണ KSEB ഓഫീസിൽ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നും കുടുംബം പറയുന്നു. 4:45 കാണും. സ്കൂളിൽ PTA മീറ്റിംഗ് ഉണ്ടെന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു കയറി വരുന്നു. അമ്മ താഴെ വീട്ടിൽ അവിടെയുള്ള ആൻറ്റിയോട് സംസാരിക്കാനായിട്ട് പോയി. അപ്പോൾ അമ്മ പറഞ്ഞു വീട്ടിലോട്ട് കയറി വരാൻ. ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് കയറി വരുമെന്ന്. ഇവിടെ വന്നപ്പോഴത്തേക്കും എൻ്റെ അപ്പൻ പോസ്റ്റിൻ്റെ അവിടെ ആയിട്ടായി. ആ സമയം പെട്ടെന്ന് ഭയങ്കര ശബ്ദത്തോടെ പൊട്ടിത്തെറിയും തീപ്പൊരിയൊക്കെ കണ്ടു. ഞാൻ അത് കണ്ട് പെട്ടെന്ന് പേടിച്ചിട്ട് ഈ മതിലെന്നെടുത്ത് അവിടെയൊക്കെ ചാടി വന്നു. ആ ചാടുന്നതിൻ്റെ ഇടയിൽ കമ്പി ഒന്ന് എൻ്റെ പുറത്ത് തട്ടിയായിരുന്നു. പക്ഷേ കറണ്ടൊന്നും ആയിട്ടില്ല. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ആണ് ചേരുന്നത്. ശ്രീരാജ്, എന്തായാലും തലനാരിഴയ്ക്കാണ് വിദ്യാർത്ഥി രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ആവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ KSEBയോട് ഇക്കാര്യം പറഞ്ഞിട്ടും അതിൽ നടപടി എടുത്തില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു അനാസ്ഥ ഉണ്ടായിട്ടില്ലേ? വിവരങ്ങൾ. തീർച്ചയായും സ്വാതി, ഗുരുതരമായ അനാസ്ഥ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ സംഭവം ഉണ്ടാകുന്നതിന് 3 ദിവസം മുൻപ് ഇതേ കുടുംബം, സനീഷിൻ്റെ കുടുംബം തന്നെ ഇത്തരത്തിൽ KSEB അധികൃതരെ വിളിച്ച് ഇത്തരത്തിൽ പ്രശ്നങ്ങളുള്ള കാര്യം, അപകട നിലയിൽ വൈദ്യുതി ലൈൻ കടന്നു പോകുന്ന കാര്യം സൂചിപ്പിച്ചിരുന്നു. അത് KSEB സ്റ്റേഷനിലെ രജിസ്റ്ററിലടക്കം സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടെ വിളിച്ച് പരാതി നൽകിയവരുടെ ലിസ്റ്റിൻ്റെ കൂട്ടത്തിൽ ഈ കുടുംബത്തിൻ്റെ പേരും നമ്പരും അടക്കം ഉണ്ട്. പക്ഷേ ആ വിഷയത്തിൽ ഇടപെടുകയോ കൃത്യമായി അത് പരിഹരിക്കാനോ KSEB ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏകദേശം 5 മണിയോടുകൂടിയായിരുന്നു ഈ കുട്ടി നടന്നു വരവേ വലിയ ശബ്ദത്തോടു കൂടി ഈ ലൈൻ കമ്പി പൊട്ടി വീഴുന്നത്. ഈ കുട്ടിയുടെ സമയോചിത ഇടപെടൽ എന്ന് തന്നെ പറയണം. അങ്ങനെ താഴേക്ക് ചാടിയത് കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടത്തിൽ നിന്നും ഈ കുട്ടി രക്ഷപ്പെട്ടത്. മാത്രവുമല്ല, ലോ ടെൻഷൻ ലൈനായിരുന്നു പൊട്ടി വീണത് എന്നുള്ളത് കൊണ്ടും തന്നെ വലിയ അപകടം ഒഴിവായി എന്ന് തന്നെ വേണം പറയാൻ. വലിയ ശബ്ദത്തോടെയും പൊട്ടിത്തെറിയോടെയും കൂടിയായിരുന്നു ഈ വൈദ്യുതി ലൈൻ പൊട്ടി വീണത്. കുട്ടി റോഡിൻ്റെ മുകൾ ഭാഗത്ത് നിന്നും താഴേക്ക് ചാടി മാറുകയും ചെയ്തു. അങ്ങനെ ചാടി മാറുന്നതിനിടയിൽ ഈ ലൈൻ കമ്പി കുട്ടിയുടെ ദേഹത്ത് വീണെന്നും കുട്ടി പറയുന്നു. പക്ഷേ വൈദ്യുതാഘാതമേറ്റില്ല. അത് കുട്ടിയുടെ ദേഹത്തേക്ക് വീണത് ലോ ടെൻഷൻ ലൈൻ കമ്പി ആയതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ വൈദ്യുതാഘാതമേൽക്കാതെ രക്ഷപ്പെട്ടതെന്നും ഈ KSEB ഉദ്യോഗസ്ഥർ അടക്കം തന്നെ പറയുന്നുണ്ട്. എന്തായാലും 3 ദിവസങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ അതിൽ കൃത്യമായ ഇടപെടൽ നടത്താനോ ആ പ്രശ്നം പരിഹരിക്കാനോ അധികാരികൾ തയ്യാറായില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും ഗുരുതരമായ അനാസ്ഥ ഉള്ളതായി ചൂണ്ടിക്കാട്ടുന്നത്. സ്വാതി. ശരി ശ്രീരാജ്, പത്തനംതിട്ട കോന്നിയിലാണ് വൈദ്യുതി ലൈൻ പൊട്ടി ശരീരത്ത് വീണ വിദ്യാർത്ഥി അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളത്. നിരവധി തവണ KSEBയിൽ പരാതിപ്പെട്ടിട്ടും ഇതിൽ നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് കുടുംബം പറയുന്നത്.